ഹലോ. SSLC റിസൾട്ട് വന്നു. സ്വാഭാവികമായിട്ടും A+കാരെ അഭിനന്ദിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. A+ കിട്ടിയവർ, കിട്ടാത്തവർ. പക്ഷെ ഞാൻ ഏതായാലും A+ കിട്ടാത്തവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയത് തന്നെ കുട്ടികളിൽ വിവേചനം ഉണ്ടാവരുത് എന്ന് കരുതിയായിരുന്നു. നേരത്തെ 1ാം സ്ഥാനം കിട്ടിയവർ, അതുപോലെ 2ാം സ്ഥാനം കിട്ടിയവർ, 3ാം സ്ഥാനം കിട്ടിയവർ, സ്റ്റേറ്റിൽ 1ാമത് എന്നൊക്കെയുള്ള സംവിധാനമായിരുന്നു. അതിനുശേഷം കുട്ടികളിൽ ഇങ്ങനെ വിവേചനമോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടി ഗ്രേഡിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുകയും ABCDE എലിജിബിൾ ഫോർ ഹയർ സെക്കൻഡറി, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സെക്കൻഡറി ഇങ്ങനെയാക്കി തിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് കാണുന്നത് എല്ലാവരും A+ ആഘോഷിക്കുന്നതാണ്. മകൾക്ക് A+ ലഭിച്ചു, അല്ലെങ്കിൽ മകന് A+ ലഭിച്ചു എന്ന് പറയുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ സ്കൂളുകൾ വലിയ ഫ്ലെക്സ് തൂക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി ഇന്നലെ കേട്ടു, ഒരു കുട്ടി വിഷം കഴിച്ചതിനെക്കുറിച്ചൊക്കെ കേൾക്കാൻ സാധിച്ചു. കുട്ടികളിൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഇതുമൂലം ഉണ്ടാക്കുന്നത്. A+ കിട്ടാത്തവർ ഒരു മോശക്കാരാണെന്ന ധാരണ അവരിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ വിപരീത ഫലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടുക എന്നുള്ളത് ഒരു വലിയ സംഭവമായി കൊണ്ടാടുന്നത് അടിയന്തരമായി നിർത്തുകയാണ് വേണ്ട, ആഘോഷിക്കപ്പെടുന്നത്. അതുപോലെ 100% കിട്ടിയ സ്കൂളുകളൊക്കെ ആഘോഷിക്കപ്പെടുന്നു, അല്ലാത്തവരൊക്കെ പുറകോട്ട് തള്ളപ്പെടുന്നു. ഇതും നമ്മൾ തള്ളിക്കളയേണ്ട ഒരു പ്രവണതയാണ്. കുട്ടികൾ വായിക്കണം, പഠിക്കണം, എല്ലാവർക്കും A+ കിട്ടണം, എല്ലാവരും 1ാമത് എത്തണം എന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊരു രംഗത്തും ഇതില്ല. ഇപ്പോൾ സ്പോർട്സിലാണെങ്കിൽ 1ാം സ്ഥാനമുണ്ട്, 2ഉണ്ട്, 3ഉണ്ട്. എല്ലാവർക്കും 1ാം സ്ഥാനത്തെത്താൻ കഴിയില്ല. അപ്പോൾ തോറ്റവൻ അല്ലെങ്കിൽ പരാജയപ്പെട്ടവൻ, ഗ്രേഡ് കുറഞ്ഞവൻ ദുഃഖിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കണം. അവർക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. അവർക്കാണ് അവസരങ്ങളുള്ളത്. കാരണം തോറ്റാണ് പഠിക്കേണ്ടത്. ചെറുപ്പത്തിലെ തോൽക്കാൻ ശീലിക്കണം, മാർക്ക് കുറയാൻ ശീലിക്കണം. എല്ലാവർക്കും എല്ലാ വിഷയത്തിനും A+ നേടാൻ സാധ്യമല്ല. ഒരാൾക്ക് ഒരേ സമയം എഞ്ചിനീയറും ഡോക്ടറും സാഹിത്യകാരനുമാകാൻ സാധ്യമല്ല. ഓരോരുത്തർക്കും അന്തർലീനമായ ഒരു കഴിവുണ്ട്. ബാക്കിയുള്ളത് ജയിക്കാൻ വേണ്ടി എഴുതിയാൽ മാത്രം മതി. അവർക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, അതിലാണ് അവർക്ക് A+ ലഭിക്കേണ്ടത്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, A+ലോ അല്ലെങ്കിൽ 100% മേനിയിലോ യാതൊരു കാര്യവുമില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.